ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ബ്ലണ്ടറാണ് മോഡിയെ തിരിച്ചു കൊണ്ടുവന്നതെന്ന് ഞാൻ ആദ്യമായിട്ട് ഇതുവരെ പറയാത്തതാണ് ഞാൻ പറയുകയാണ്. സീതാറാം യെച്ചൂരി അദ്ദേഹം പലതവണ കോൺഗ്രസ് ലീഡർഷിപ്പിനോട് പറഞ്ഞു നിതീഷ് കുമാറിനെ കൺവീനറാക്കി അദ്ദേഹത്തിന് ഇവിടെ ഉറപ്പിച്ച് നിർത്തണമെന്ന്. അവർ കിടന്ന് ഉഴപ്പിക്കളിച്ചു. മമതയ്ക്ക് ഇഷ്ടാവില്ല, ഞങ്ങൾക്ക് ഇഷ്ടാവില്ല. നിതീഷ് കുമാർ തന്നെ അവരോട് പറഞ്ഞു ഞാൻ കൺവീനറാണെന്ന് വിചാരിച്ചിട്ട് അടുത്ത പ്രധാനമന്ത്രിയാണെന്നൊന്നുമില്ല, നിങ്ങൾ തന്നെ എടുത്തോളൂ. പക്ഷേ ഇതൊരു വ്യക്തമായ ഒരു സംഘടനാ ധാരണയുള്ളൊരു അലയൻസായിട്ട് മുമ്പോട്ട് പോകണം. അവസാനം അയാൾ പറഞ്ഞു ഇത് ഇവരുടെ കീഴിലൊന്നും നടക്കാൻ പറ്റില്ലെന്ന് അയാൾ തിരിച്ച് ബി ജെ പി മുന്നിലേക്ക്. ഒന്ന് ചിന്തിച്ചു നോക്ക്, നിതീഷ് കുമാറിൻ്റെ പാർട്ടി അന്ന് ഇന്ത്യ അലയൻസിൻ്റെ ഭാഗമായിരുന്നെങ്കിൽ ഇവരുടെ അംഗസംഖ്യ 200-ലേക്ക് താഴെ വന്നേനെ. മോഡി സർക്കാർ അസ്തമിച്ചിരുന്നു. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ബ്ലണ്ടറാണ് മോഡിയെ തിരിച്ചു കൊണ്ടുവന്നതെന്ന് ഞാൻ ആദ്യമായിട്ട് ഇതുവരെ പറയാത്തതാണ് ഞാൻ പറയുകയാണ്.